വഖഫ് നിയമത്തിനെതിരെ ബംഗാളിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടി. ആക്രമണങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ 118 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, നമുക്കറിയാം വഖഫ് നിയമത്തിനെതിരെ ബംഗാളിൽ ഇസ്ലാമിസ്റ്റുകൾ ഏറെ നാളുകളായി പല രീതിയിലുള്ള ആക്രമണ പരമ്പരകളാണ് അഴിച്ചുവിടുന്നത്. അതിന് സംസ്ഥാനം ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, വഖഫ് ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ബില്ല് ലോക്സഭയും രാജ്യസഭയും ഒരാഴ്ചയ്ക്ക് മുമ്പ് പാസ്സാക്കി കഴിഞ്ഞു. എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയം. CAAക്ക് സമാനമായ രീതിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തണമെന്ന ആഹ്വാനം തീവ്ര ഇസ്ലാമിക സംഘടനകളും രാജ്യത്തെ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം ലീഗ്, AIUDF, AIMIM ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഇതേ ആഹ്വാനം മുന്നോട്ട് വെച്ചു. പക്ഷേ അതെല്ലാം പൊതുസമൂഹം തള്ളിക്കളയുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പൊതുവെ ശാന്തമാണ്. ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. എന്നാൽ പശ്ചിമ ബംഗാളിൽ മാത്രം പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. മുർഷിദാബാദിൽ 3 പേർ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിരവധി പേർക്ക് ഈ അക്രമങ്ങളിൽ പരിക്കേറ്റിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാൾഡയിൽ ഇത് ആദ്യം പ്രശ്നം തുടങ്ങിയത് മാൾഡയിലാണ്. അവിടെ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്ഷേത്രങ്ങൾക്ക് നേരെ പോലും ബംഗാളിൻ്റെ ചില ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങളുണ്ടായി. വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ ആൾക്കൂട്ടം വ്യാപകമായ അക്രമമാണ് ഈ വഖഫ് ഭേദഗതി നിയമം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. അതായത് ബംഗാളിൽ മാത്രമാണ് ഈ സംഘർഷം ഈ വിഷയത്തിൻ്റെ പേരിൽ നടക്കുന്നത്. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ, മണിപ്പൂരിലൊക്കെ ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഒരു വ്യാപകമായ അക്രമം നടക്കുന്നില്ല. അതിനാൽ അടിയന്തരമായി ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഇതിനകം 118 പേരെ അറസ്റ്റ് ചെയ്തു എന്നതാണ് ബംഗാൾ സർക്കാർ വ്യക്തമാക്കുന്നത്. കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഘർഷബാധിത പ്രദേശങ്ങളിൽ. പക്ഷേ ഈ അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇന്നലെയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് ഈ വഖഫ് ഭേദഗതി നിയമം അവിടെ നടപ്പാക്കില്ല എന്നതാണ്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിലും ഇതേ രീതിയിലുള്ള തെറ്റായ പ്രചരണം മുഖ്യമന്ത്രി തന്നെ അവിടെ നടത്തിയിരുന്നു. CAA ബംഗാളിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ നിയമവും ബംഗാളിൽ അനുവദിക്കില്ല എന്ന പ്രതികരണം മമത നടത്തുന്നുണ്ട്. ഇത്തരം പ്രതികരണങ്ങളാണ് ഈ അക്രമകാരികൾക്ക് പ്രചോദനമാകുന്നതെന്നാണ് BJPയുടെ പ്രധാനപ്പെട്ട വിമർശനം. രോഹിണി. ശരി.